പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി പ്രേ ഗ്രൂപ്പ് എന്ന ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ 19ാമത് നടക്കുന്ന ഓൺലൈൻ കൺവെൻഷനിൽ കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ ഇടിയാക്കിയ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഗ്രൂപ്പിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന സിസ്റ്റർ റോസ്ലി സുരേഷ് ഈറോഡ് അവർക്കും മറ്റ് അഡ്മിന്മാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു കർത്താവിന്റെ താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. അതെ, നമുക്കറിയാം, നമുക്ക് ഈ കാലഘട്ടം എന്ന് പറയുന്നത് അതേ കൃപായുഗമാണ്. നമുക്കറിയാം, പരിശുദ്ധാത്മാവിന്റെ യുഗപരമായ പ്രവൃത്തികളെ കുറിച്ച് വേദപുസ്തകത്തിലുടനീളം കാണുവാൻ സാധിക്കുന്നുണ്ട്. 8 യുഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, നിഷ്പാപയുഗം. നിഷ്പാപയുഗം എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടി മുതൽ മനുഷ്യന്റെ വീഴ്ച വരെയുള്ള കാലഘട്ടമാണ് നിഷ്പാപയുഗം. അതായത് ഉൽപ്പത്തി 1:1 മുതൽ. ഹല്ലേലൂയ. അതെ, ഒന്ന് നാം തിരിച്ചു. നിഷ്പാപയുഗം. നിഷ്പാപയുഗം എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടി മുതൽ മനുഷ്യന്റെ അതേ വീഴ്ച വരെയുള്ള കാലഘട്ടം എന്ന് വെച്ചാൽ ഉൽപ്പത്തി 1:1 മുതൽ ഉൽപ്പത്തി 3:6 വരെ. ആദ്യ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു എന്ന് തുടങ്ങി അതേ മനുഷ്യ അതെ. രണ്ടെന്ന് പറയുന്നത് മനസ്സാക്ഷി യുഗം. മനസ്സാക്ഷി യുഗം എന്ന് പറയുന്നത് ഏദനിന്ന് ആദാം പുറത്താക്കപ്പെട്ട കാലഘട്ടം മുതൽ നോഹയുടെ ജലപ്രളയം വരെയുള്ള കാലഘട്ടമാണ് മനസ്സാക്ഷി യുഗം. അതായത് ഉൽപ്പത്തി 4:1 മുതൽ ഉൽപ്പത്തി 8:14 വരെയുള്ള കാലഘട്ടമാണ്. എന്ന് വെച്ചാൽ 1656 വർഷമാണ് മനസ്സാക്ഷി യുഗം എന്ന് അറിയപ്പെടുന്ന കാലഘട്ടം. 3, മാനുഷിക ഭരണയുഗം. എന്ന് വെച്ചാൽ ജലപ്രളയം മുതൽ, നോഹയുടെ കാലത്തുള്ള ജലപ്രളയം മുതൽ ബാബേൽ ഗോപുരം പണിതതിന്റെ ഗോപുരത്തിങ്കൽ ജലം പിരിഞ്ഞുപോയ കാലഘട്ടം വരെയുള്ള ദുരഗമന വൈഡമന നാം ചിന്തിച്ചു. 1, നിഷ്പാപയുഗം. 2, മനസ്സാക്ഷിയുഗം. 3, മാനുഷിക ഭരണ നിയമം. മാനുഷിക ഭരണ നിയമം എന്ന് പറയുന്നത് നാം ചിന്തിച്ച പോലെ നോഹയുടെ ജലപ്രളയം മുതൽ ബാബേൽ ഗോപുരത്തിൽ നിന്ന് ജലം പിരിഞ്ഞുപോയ കാലഘട്ടം വരെയുള്ള 427 വർഷമാണ് മാനുഷിക ഭരണയുഗം. 4, വാഗ്ദത്തയുഗം. എന്ന് വെച്ചാൽ മെസ്സപ്പൊത്തോമയിൽ വെച്ച് അബ്രഹാമിനെ ദൈവം വിളിച്ച വിളി മുതൽ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെടുന്ന വരെയുള്ള കാലഘട്ടമാണ്. എന്ന് വെച്ചാൽ 430 വർഷമാണ് കാണുവാൻ വാഗ്ദത്ത യുഗം. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ വീണ്ടും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് ആ ഭാഗം കാണുന്ന ഉൽപ്പത്തി 11:27 മുതൽ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം വരെയാണ് മാനുഷിക ഭരണ നിയമം എന്ന് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ അവിടെ നാം അടുത്ത കാണുവാൻ സാധിക്കുന്നത് ന്യായപ്രമാണ യുഗം. എന്ന് വെച്ചാൽ ഇസ്രായേൽ ജനത്തിന്റെ മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാട് മുതൽ ക്രിസ്തുവിന്റെ ജഡ അവതാരം വരെ ജഡധാരണം വരെയുള്ള കാലഘട്ടമാണ് വാഗ്ദത്ത ന്യായപ്രമാണ യുഗം. എന്ന് വെച്ചാൽ മോശ മുതൽ ക്രിസ്തു വരെ. ഹല്ലേലൂയ. 6, കൃപായുഗം. ക്രിസ്തുവിന്റെ കാൽവറി യാഗം മുതൽ ക്രിസ്തുവിന്റെ കാൽവറി മരണം മുതൽ സഭയുടെ ഉൽപ്രാപണം വരെയുള്ള കാലഘട്ടമാണ് കൃപായുഗം. ഇതിന് സമയപരിധിയില്ല. ഹല്ലേലൂയ. ഇത് സമയബന്ധിതമായ ഒരു കാലയളവല്ല. 7, സഹസ്രാബ്ദ യുഗം. കർത്താവ് തന്റെ മഹത്വത്തോടെ സകല വിശുദ്ധന്മാരുമായി ഈ ഭൂമിയിലേക്ക് മടങ്ങി വരികയും യെരുശലേമിനെ തന്റെ തലസ്ഥാന നഗരിയാക്കിക്കൊണ്ട് സർവഭൂമിക്ക് രാജാവായി അക്ഷരികമായി വാഴുന്ന കാലം മുതൽ പുതുവാനഭൂമി ഭൂമിയിലെ പുതുവാന ഭൂമിയുടെ സ്ഥാപനം വരെയുള്ള സുദീർഘമായ ഒരു കാലയളവാണ് സമ്പൂർണ്ണ യുഗം. ഹല്ലേലൂയ. സഹസ്രാബ്ദ യുഗം. അടുത്ത യുഗം എന്ന് പറയുന്നത് സമ്പൂർണ്ണ യുഗമാണ് 8-ാമത്തെ യുഗം എന്ന് പറയുന്നത്.
പറയുന്നത്. എന്ന് വെച്ചാൽ വാനഗോളങ്ങളും അടുത്ത കാലം വാനഗോളങ്ങളും ഭൂമിയും അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടുകയും അതേ പുതുവാന ഭൂമി സ്ഥാപിതമാകുകയും ചെയ്യുന്ന കാലം മുതൽ കാലസമ്പൂർണതയുടെ യുഗം സമാരംഭിക്കുന്നു. ഹല്ലേലൂയ. Oh, thank you, Jesus. Hallelujah. അതെ, നാം ചിന്തിച്ചത് അതേ 8 വിധമായ അതേ യുഗങ്ങളെ കുറിച്ച് നാം ചിന്തിച്ചു. ഒന്ന്, അതെ എന്താണ് നിഷ്പാപ യുഗം. അതെ, നമുക്കവിടെ ചിന്തിക്കാവുന്ന ഇടയായി തീർന്നതാണ് പ്രപഞ്ച സൃഷ്ടി മുതൽ മനുഷ്യന്റെ വീഴ്ച വരെയുള്ള അതേ കാലഘട്ടമാണ് നിഷ്പാപ യുഗം. ഹല്ലേലൂയ. 2, അതേ മനസ്സാക്ഷി യുഗം. എന്ന് വെച്ചാൽ ഏതിനിൽ നിന്ന് ആദാമിനെ പുറത്താക്കിയ കാലഘട്ടം മുതൽ അതേ കാണുന്ന നോഹയുടെ അതേ ജലപ്രളയം വരെയുള്ള കാലഘട്ടമാണ് മനസ്സാക്ഷി യുഗം. എന്ന് വെച്ചാൽ നീണ്ട അതേ 1656 വർഷം. ഹല്ലേലൂയ. അതെ, അടുത്ത കാണുവാൻ സാധിക്കുന്നു മാനുഷിക ഭരണ നിയമം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നോഹയുടെ ജലപ്രളയം മുതൽ അത് അവിടെ കാണുവാൻ സാധിക്കും മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെടുന്ന കാലം വരെയുള്ള കാലഘട്ടമാണ്. എന്ന് വെച്ചാൽ 430 വർഷത്തെ കാലയളവാണ് അതേ നാം ചിന്തിച്ച അതേ മാനുഷിക ഭരണ നിയമത്തിനുള്ളത്, യുഗത്തിനുള്ളത്. 4 വാഗ്ദത്ത യുഗം. എന്ന് വെച്ചാൽ മെസ്സപ്പൊത്തോമയിൽ നിന്ന് അത് ദൈവം അബ്രഹാമിനെ വിളിച്ച വിളി മുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ സൂത്രം മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിന്റെ പുറപ്പാട് വരെയുള്ള അതേ ക്രിസ്തുവിന്റെ അതേ കാലം അവിടെ വായിച്ചതുപോലെ അതേ 430 വർഷമാണ് വാഗ്ദത്ത യുഗം. അടുത്ത ന്യായപ്രമാണ യുഗം. എന്ന് വെച്ചാൽ അതേ ഇസ്രായേൽ ജനത്തിന്റെ മിസ്രൈമിൽ നിന്ന് പുറപ്പാട് മുതൽ അത് ക്രിസ്തുവിന്റെ ജഡാവതാരം വരെയുള്ള കാലഘട്ടമാണ് അതേ ന്യായപ്രമാണ യുഗം. എന്ന് വെച്ചാൽ മോശ മുതൽ ക്രിസ്തു വരെ. 6, കൃപായുഗം. കൃപായുഗം എന്ന് പറയുന്നത് അതേ ക്രിസ്തുവിന്റെ കാൽവരി മരണം മുതൽ സഭയുടെ അതേ ഉൽപ്രാപണം വരെയുള്ള നീണ്ടു നിൽക്കുന്ന യുഗമാണ്, അതേ കാലഘട്ടമാണ് കൃപായുഗം. ഈ കൃപായുഗത്തിന് സമയബന്ധിതമായ ഒരു കാലയളവില്ല. അടുത്ത ചിന്തിച്ചു സഹസ്രാബ്ദ യുഗം. സഹസ്രാബ്ദ യുഗം എന്ന് പറയുന്നത് കർത്താവ് തന്റെ മഹത്വത്തോടെ അതേ സകല വിശുദ്ധന്മാരുമായി ഈ ഭൂമിയിലേക്ക് അതേ മടങ്ങി വരികയും യെരുശലേമിനെ തന്റെ തലസ്ഥാന നഗരിയാക്കിക്കൊണ്ട് അതേ സ്വത്രം സമ്പൂർണ്ണ ഭൂമിക്ക് രാജാവായി ആശ്ചര്യമായ വാടുന്ന അതേ കാലം മുതൽ പുതുവാന് അതേ ഭൂമിയുടെ സ്ഥാപനം വരെയുള്ള സുദീർഘമായ കാലഘട്ടമാണ് അതേ സ്വത്രം സഹസ്രാബ്ദ യുഗം. ഹല്ലേലൂയ. 8ാമത്തെ യുഗം എന്ന് പറയുന്നത് സമ്പൂർണ്ണ യുഗം. എന്ന് വെച്ചാൽ അതേ വാനഗോളങ്ങളും ഭൂമിയും അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടുകയും പുതുവാന അതേ ഭൂമി സ്ഥാപിതമാകുകയും ചെയ്യുന്ന കാലം മുതൽ കാലസമ്പൂർണതയുള്ള അതേ അതുവരെയുള്ള കാലഘട്ടമാണ് അതേ സമ്പൂർണ്ണ യുഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്റെ വിഷയം ഇതാണ്, കാൽവരി അതേ മരണം മുതൽ അതേ കൃപായുഗം വരെ. ഹല്ലേലൂയ. കൃപായുഗം എന്ന് പറയുന്നത് അതേ നമുക്കറിയാം ഈ കാലഘട്ടത്തെയാണ് കൃപായുഗം എന്ന് നാം വിശേഷിപ്പിക്കുന്നത്. അതേ നമുക്കറിയാം അതേ പഴയ നിയമ കാലഘട്ടം എന്ന് പറയുന്നത് അതേ പിതാവിനാലും സഹസ്രാബ്ദ യുഗം ദൈവപുത്രനാലും അതേ സ്വതം കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ നിയമിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഈ കാലഘട്ടത്തെ പരിശുദ്ധാത്മാവിന്റെ യുഗമെന്നും വിളിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അതേ കൃപായുഗത്തെ പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമെന്നും വിളിക്കപ്പെടുന്നു. ഹല്ലേലൂയ. കൃപായുഗത്തില് നമുക്ക് കാണുവാൻ സാധിക്കും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അതേ 2ാം അധ്യായത്തോടു കൂടിയാണ്. ഹല്ലേലൂയ. അത് നമുക്കറിയാം 1ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, അത് എന്താ പറഞ്ഞത്, അതേ എന്റെ പരിശുദ്ധാത്മാ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. 2ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാത്തിരുന്നവരുടെ മേല പരിശുദ്ധാത്മാവ് വന്നു. ഹല്ലേലൂയ. 3ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തി ജീവിതങ്ങൾ അതേ അവിടെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ അതേ 3ാം അധ്യായം മുതൽ ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. അത് ഈ കാലഘട്ടത്തിൽ അത് ദൈവത്തിന്റെ ആലയമായ നമ്മുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് ആവസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അതേ അപ്പോസ്തലനായ പൗലോസ് അത് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 6:19 വായിക്കുമ്പോൾ ദൈവത്തിന്റെ ദാനമായി അതേ അവിടെ വായിക്കുന്നു ഇപ്രകാരം ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്ന്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ആലയത്തോടു കൂടെ അത് ചേർത്ത് പറയുക, നാം ദൈവത്തിന്റെ ആലയമെന്ന്. അതുപോലെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ എന്ന്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ
അതെ, നാം ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാനുണ്ട്. ഹല്ലേലൂയ. ഇത് കൃപായുഗമത്രേ. അതെ, നമുക്ക് ചിന്തിക്കാം. കൃപായുഗത്തിൽ നടക്കുന്ന ആത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ അതേ സഭയിലുള്ള പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കാം. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തില് 8 പ്രാവശ്യം പറയുന്ന ഒരു വാക്യമുണ്ട്. എന്തെന്നറിയാവോ? ഇതാണ് ആത്മാവ് സഭകളോട് പറയുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം അതേ സഭയില് ആത്മാവ് അധിവസിക്കുന്നു എന്നാണ്. അതെ, അത് മാത്രമല്ല, നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിച്ചു വരുമ്പോൾ അവിടെ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്നാം അതേ സഭ കൗൺസിലിംഗിന്റെ തീരുമാനത്തില് അപ്പോസ്തല പ്രവൃത്തി 15-28 ഇപ്രകാരം പറയുന്നു, പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് സഭയില് അതേ അധികാരം നടത്തുന്നതെന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ പരിശുദ്ധ സഭയുടെ മേലുള്ള പരമാധികാരം അതേ പരിശുദ്ധാത്മാവിനാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, അനന്യാസും സഫീറയും ദൈവത്തോട് വ്യാജം കാണിച്ചപ്പോൾ അതേ ശിക്ഷണ നടപടി സ്വീകരിച്ചത് പരിശുദ്ധാത്മാവാണ്. അത് മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതേ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു, മൂപ്പന്മാരും പ്രവാചകന്മാരും പോസ്റ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതേ ശൗലിനെയും ബർന്നബാസിനെയും അതേ വേലയ്ക്കായി വിളിച്ചു വേദിരിക്കുവാനായിട്ട് സഹോദരന്മാരോട് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ സഭയിലെ ദൈവത്തിന്റെ ആത്മാവ് അധിവസിക്കുക. ഹല്ലേലൂയ. അതേ ഈ കാലഘട്ടത്തിലെ അല്ലെ ഈ യുഗത്തിലെ അതേ ഈ കൃപായുഗത്തിലെ പരിശുദ്ധാത്മാവിന്റെ അതേ സഭയിലെ പ്രധാന പ്രവൃത്തി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ അതേ ശരീരമാ സഭയെ കറ, വാട്ടം, ചുളുക്കം, മാലിന്യം ഇവ ഒന്നുമില്ലാതെ അതേ നമുക്ക് കാണുവാൻ സാധിക്കുന്ന വിശുദ്ധയും നിഷ്കളങ്കമായി തേജസ്രൂപിയായി ക്രിസ്തുവിന് വേണ്ടി അതേ കാണുവാൻ പിതാവിന്റെ സന്നിധിയിൽ കാഴ്ചവെക്കുക എന്നതാണ്. ഹല്ലേലൂയ. അതേസത്രം മറ്റൊരു അത് വേദ പണ്ഡിതാവിന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ അതേസത്രം കറ എന്ന് പറയുന്നത് അതേ ഉപദേശ പെശക്. ഹല്ലേലൂയ. അതെ, വാട്ടം എന്ന് പറയുന്നത് ആത്മനിറവിന്റെ അനുഭവം, ചുളുക്കം എന്ന് പറയുന്നത് ശക്തിഹീനത, മാലിന്യം, അശുദ്ധിയെ കാണിക്കുന്നു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നമുക്കവിടെ ചിന്തിക്കുന്ന പോലെ അതേ ക്രിസ്തുവിന്റെ ശരീരമാം സഭയെ അതേ സ്വന്തം ഉപദേശ പെശകില്ലാതെ, ആത്മാവിന്റെ അതേ അഭാവമില്ലാതെ, ശക്തിഹീനത ഇല്ലാതെ, മാലിന്യമില്ലാതെ അത് ക്രിസ്തുവിന് വേണ്ടി കാഴ്ചവെക്കുക എന്നാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. എന്ന് വെച്ച് നാം ചിന്തിച്ച പോലെ ക്രിസ്തുവിന്റെ സഭയാം അതേ സഭയെ കറ, വാട്ടം, ചുളുക്കം, മാലിന്യം അത് ഒന്നുമില്ലാതെ തേജസ്രൂപിയായി അതേ വിശുദ്ധ നിഷ്കളങ്കമായി ക്രിസ്തുവിന് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ കാഴ്ചവെക്കുക എന്നാണ് പരിശുദ്ധാത്മാവിന്റെ അതേ സ്വതന്ത്രം പ്രധാന പ്രവൃത്തി എന്ന് പറയുന്നത്. ഒന്ന്, നാം ചിന്തിച്ചു പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിക്കുന്നു. 2, പരിശുദ്ധാത്മാവിന്റെ അത് വിശ്വാസികളുടെ മേലുള്ള പ്രവൃത്തികൾ. അത് നമുക്കറിയാം, സഭയിൽ മാത്രമല്ല വിശ്വാസികളുടെ മേല അതെ നാം ഓരോരുത്തരുടെ മേലും അത് പരിശുദ്ധാത്മാവ് ദിനം പ്രതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമുക്കറിയാം, വിശ്വാസി എന്ന പദത്തെ ഒന്ന് പിരിച്ചാൽ നമുക്ക് നാം അത് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത് പിരിച്ച് അതെ വിശ്വാസി എന്ന പദത്തെ അത് നാം കുഞ്ഞുനാളിൽ പഠിച്ചിട്ടുണ്ട്. പൂരിപ്പിക്കുക അല്ലെങ്കിൽ അതെ പിരിച്ചെഴുതുക എന്നൊരു അതേ സെന്റൻസ് പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ വിശ്വാസി എന്ന പദത്തെ ഒന്ന് പിരിച്ചെഴുതിയാൽ വിശ്വം പ്ലസ് ആസി. വിശ്വം എന്ന വാക്കിന്റെ അർത്ഥം ലോകം, ആസി ത്യജിക്കുന്നവൻ അല്ലെങ്കിൽ ത്യജിക്കുന്നവൾ. ലോകത്തെ ത്യജിക്കുന്നവരാണോ ആരാണോ, ലോകത്തെ ത്യജിക്കുന്നവൾ ആരാണോ അവരാണ് വിശ്വാസി. ഹല്ലേലൂയ. അതെ, ഒരു വിശ്വാസിയുടെ വീണ്ടും ജനനം മുതൽ അതേ നമുക്ക് കാണുക, അവൻ ആ വ്യക്തി അഭിഷേകം പ്രാപിക്കുന്നത് മുതൽ അതെ വീണ്ടും ജനം പ്രാപിക്കുന്നത് മുതൽ അഭിഷേകം, ആത്മനിറവ്, അതേ കൃപാവരങ്ങൾ, അതേ ആത്മാവിന്റെ ഫലം, അതേ രക്ഷയുടെ ഉറപ്പ് ഇതെല്ലാം നൽകുന്നത് പരിശുദ്ധാത്മാവത്രേ. ഹല്ലേലൂയ. അതേ മാത്രമല്ല ക്രിസ്തുവിന് വേണ്ടി അതേ സാക്ഷ്യം വഹിപ്പാനും കഷ്ടത സഹിപ്പാനും നമ്മെ പ്രാപ്തനാക്കുന്നത് പരിശുദ്ധാത്മാ
പരിശുദ്ധാത്മാവത്രേ. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ അതേ നമുക്കറിയാം യേശു കർത്താവ് അതേ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അതേ 16-ാം അധ്യായത്തിലും യോഹന്നാൻ 14:26 പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. 1, സകല സത്യത്തിലെ വഴി നടത്തും. 2, വരുവാനുള്ള നിങ്ങൾക്ക് അറിയിച്ചു തരും. 3, ദൈവത്തിന് നാം മഹത്വം കൊടുക്കും. 4, അതേ സ്വത്രം നിങ്ങൾക്ക് സകല ഉപദേശിച്ചു തരും. 5, നമ്മെ ഓർമ്മപ്പെടുത്താം. ഹല്ലേലൂയ. അതേ നമ്മൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ചാ ഇവിടെ ചിന്തിക്കുവാനൊക്കെ ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ. അതെ നമുക്കറിയാം ഗലാത്യ ലേഖനത്തില് അതെ 5:16 ഇപ്രകാരം പറയുന്നുണ്ട്. ആത്മാവിനനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം എന്ത് ചെയ്യത്തില്ല, നിവർത്തിക്കയില്ല. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ ഇവിടെ നാം ചിന്തിച്ചതുപോലെ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അതെ ഒന്ന് നാം ചിന്തിച്ചു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ അത് ലോകത്തിൽ സംഭവിക്കുന്നു. ഹല്ലേലൂയ. അതേ ഒന്ന് നാം ചിന്തിച്ചു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ സഭയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിച്ചു. 2, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ഒരു വിശ്വാസിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു നാം ചിന്തിച്ചു. 3, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ലോകത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് നമുക്കൊന്ന് ചിന്തിക്കാം. അതേ പാപികൾക്ക് വേണ്ടി ദൈവത്തോട് വാദിക്കുകയും അതേ അവരെ ശിക്ഷയിൽ നിന്ന് മറയ്ക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അപ്പോൾ യഹോവ മനുഷ്യനിൽ എന്റെ ആത്മാവ് അത് സദാകാലം വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ എന്ന് പറയുന്നു. ഹല്ലേലൂയ. അതെ നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 8 മുതൽ 11 വരെ വായിക്കുമ്പോൾ ലോകത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്ന 3 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 1, പാപത്തെ കുറിച്ച് ബോധം വരുത്തും. എന്താണ് പാപം? പാപം എന്ന് പറയുന്നത് ലക്ഷ്യം തെറ്റുകയാണ് പാപം എന്ന് വെച്ചാൽ ഹല്ലേലൂയ ക്രിസ്തുവിൽ വിശ്വസിക്കായികയാൽ അവൻ പാപിയാണെന്ന് അതേ പരിശുദ്ധാത്മാവ് വ്യക്തി ജീവിതത്തെ ബോധം വരുത്തുന്നു. ഹല്ലേലൂയ. ലോകത്തിന് ബോധം വരുത്തുന്നു. അതേ പ്രിയ 1, പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു. 2, നീതിയെക്കുറിച്ച് ബോധം വരുത്തുന്നു. യേശുക്രിസ്തു മാത്രമാണ് അതേ ആദർശപരമായ നീതിമാനെന്ന് അതേ ലോകത്തിന് ബോധം വരുത്തുന്നു. ഹല്ലേലൂയ. അതെ നമുക്കറിയാം ക്രിസ്തുവിന്റെ പ്രഥമ ആഗമനത്തില് അതേ ആരും അതേ അവന്റെ നീതി ലോകം അംഗീകരിച്ചില്ല. യേശുവിന്റെ നീതി ലോകം അംഗീകരിച്ചില്ല. അല്ല അതേ ലോകം അവനെ യേശു കർത്താവിനെ ക്രൂശിക്കാൻ തൊക്കെ ഇടയായിത്തീർന്നു. അതേ പ്രിയ ദൈവത്തിലെ യേശുവിനോട് കൂടെ നടന്നവരും യേശുവിന്റെ അത്ഭുതം കണ്ടവരും അത്ഭുതം കേട്ടവരും അതേ സൗഖ്യം പ്രാപിച്ചവരും അതേ അവൻ അത് യേശു കർത്താവ് അതേ 5000 പുരുഷാരത്തെ അതേ പോഷിപ്പിച്ചവരിലും അവരെല്ലാവരും ചേർന്ന് ലോകം യേശു കർത്താവിനെ ക്രൂശിക്കാൻ തൊക്കെ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ക്രൂശിക്കാൻ മാത്രമല്ല അതേ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. അവനെ ക്രൂശിച്ചെന്നാൽ യേശുവിന്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം അതേ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അതേ ലോകം അതേ യേശു കർത്താവിനെ അംഗീകരിക്കാൻ തൊക്കെ ഇടയായിത്തീർന്നു. യെസ്. അതേ പ്രിയ ദൈവത്തിലെ അതേ ഇന്നും അതേ ക്രിസ്തുവിനെ അതേ ലോകരക്ഷിതാവായിട്ടാണ് അതേ ജനം കാണുന്നത്. അതേ പ്രിയ ദൈവത്തിലെ ആദ്യം യേശു കർത്താവ് ജഡാവതാരം എടുത്തു വന്നപ്പോൾ ആരും യേശു കർത്താവിനെ കൈക്കൊണ്ടില്ല. എന്നാൽ പിന്നീട് യേശു കർത്താവ് അത്ഭുതം അടയാളങ്ങൾ ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി. അതേ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതേ 5 അപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിച്ചു. എന്തൊക്കെ ചെയ്തിട്ട് ലോകം അതേ യേശുവിനെ നീതിമാനായി കണ്ടില്ല. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് യേശുവിന്റെ മരണ പുനരുത്ഥാന അതേ അതേ സ്വർഗാരോഹണത്തിന് ശേഷം അതേ ലോകം യേശു കർത്താവിനെ അംഗീകരിക്കാൻ റെഡി ആയിത്തീർന്നു. 3, ന്യായവിധിയെ കുറിച്ച് ലോകത്തിന് ബോധം വരുത്തും. യേശുക്രിസ്തുവിന്റെ മരണത്താൽ ഈ ലോകത്തിന്റെ പ്രഭു അതേ കാണുവാൻ സാധിക്കുന്നുണ്ട്. അഥവാ മരണാധികാരിയെ പിശാച് ക്രൂശിൽ എന്തേക്കും കാണുവാൻ സാധിക്കുന്നു. എന്താണ് ന്യായം വിധിക്കപ്പെട്ടവനും തോൽപ്പിക്കപ്പെട്ടവനുമാണെന്ന് ജനത്തിന് ബോധം വരുത്തുന്നു. ഹല്യ. യേശു കർത്താവ് ക്രൂശിലെ മരണത്തോടു കൂടി അതേ സാത്താന്റെ തലയെ തകർത്തു. ഹല്ലേലൂയ. അതേ അവിടെ സാത്താൻ തോൽക്കപ്പെടുകയാ ചെയ്തത്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ അതുകൊണ്ട് ആ റോമർ ലേഖനത്തിൽ പറയുന്നു
പറയുന്നത് അതേ സ്വതം സാത്താന്റെ തലയെ തകർത്ത ദൈവത്തെ കുറിച്ച്. ഹല്ലേലൂയ. അതെ, അവിടെ വായിക്കും സമാധാനത്തിന്റെ ദൈവമോ. അതെ, അവിടെ ഇങ്ങനെ ഒരു ഭാഗം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ പ്രിയ ദൈവത്തിലെ യോഹന്നാന്റെ സുവിശേഷം 12:31 പ്രകാരം പറയുന്നുണ്ട്, ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. അടുത്ത പറയുന്നുണ്ട്, എന്താണ് അവിടെ വായിക്കുന്നുണ്ട്, അത് ഈ ലോകത്തെ പുറത്ത് തള്ളിക്കളയും പിശാച്. അതേ അവിടെ വായിക്കുന്നുണ്ട്, എന്താണ്, ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ഹല്യ. പിശാച് ഒരു കുറ്റവാളിയെ പോലെ. ഹല്യ. അതേ സ്വതം കുറ്റവാളി എന്ന നിലയിൽ ഇപ്പോൾ ശിക്ഷാവിധി അതേ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അല്ലെ സ്വതം പ്രസ്തുത അതേ സ്വതം സമയം വരുമ്പോൾ അതേ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇതെല്ലാം ലോകത്തിന് ബോധം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അതേ പ്രിയ ദൈവത്തിലെ പരിശുദ്ധാത്മാ പ്രേരണയാൽ സഭകളിലെ സുവിശേഷ പ്രവർത്തനങ്ങൾ മുഖാന്തരമാണ് ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അതേ ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്നത്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ അതേ പരിശുദ്ധാത്മാ പ്രാപിച്ച അതേ വിശ്വാസ നിലയ്ക്ക് അതേ നാം ഒതുങ്ങിയിരിക്കുവാനല്ല, ഈ സുവിശേഷം നാം മറ്റുള്ളവരെ അറിയിക്കണം. റീബ റമനക ഷൈഡമന അതരകമന വൈഡമന. അതേ കുഞ്ഞെ, അതേ ദൈവം അതേ നമ്മെ വിടുവിച്ചത്, ദൈവം നമുക്ക് വേണ്ടി മരിച്ചത്, അതേ ദൈവം നമുക്ക് വേണ്ടി ക്രൂശിലെ അതേ സ്വതന്ത്രം യാഗമായത്, നമുക്ക് വേണ്ടി അതേ സ്വതന്ത്രം അടക്കപ്പെട്ടത്, നമുക്ക് വേണ്ടി സ്വതന്ത്രം അതേ ഉയർത്തെഴുന്നേറ്റത്, നമുക്ക് വേണ്ടി സ്വർഗാരോഹണം ചെയ്തത്, അതേ നാം വിശ്വസിച്ചിരിക്കുവാനല്ല, നാം മറ്റുള്ളവരോട് അറിയിക്കണം. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ ഈ പരിശുദ്ധാത്മാ പ്രാപിച്ച എന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്, ഉത്തരവാദിത്തമാണ്. ഈ കാലഘട്ടത്തില് ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഉള്ളവരെ റിബ റവനക ഷൈഡവന അതരകമന വൈഡമന. അതേ പ്രിയ ദൈവത്തിലെ നാം മാത്രം ദൈവത്തെ അറിഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ കുടുംബം ദൈവത്തെ അറിഞ്ഞാൽ മാത്രം പോരാ, ഈ ലോകം ദൈവത്തെ അറിയണം. ഹല്ലേലൂയ. അതേ നമുക്കറിയാം, അത് യേശു കർത്താവ് വരുവാൻ താമസിച്ചതിന് കാരണം എന്താണെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. അവിടെ എന്താണ്, എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. അതുകൊണ്ടാണ് യേശു കർത്താവിന്റെ വരവ് താമസിക്കുന്നത്. ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ യേശു അതേ 2000 വരുമെന്നല്ലേ പറഞ്ഞത്, എന്താ വരാത്തത്? വർഷം ഇത്ര കഴിഞ്ഞില്ലേ? എന്നാൽ പ്രിയ ദൈവ വൈതലേ, യേശു വരാൻ കാരണം അതേ സ്വരം വരാൻ താമസിക്കുന്ന കാരണം അതേ സ്വരം അനേകം വ്യക്തി ജീവിതങ്ങൾ ഇനിയും യേശുവിനെ അറിയുവാനുണ്ട്. റീബാർമനക ഷൈഡമൻ. അതേ കുഞ്ഞെ, അത് എന്റെയും അതേ നിങ്ങളുടെയും അതേ ചുറ്റുവട്ടത്ത് അയൽവക്കത്ത് അതേ ഒത്തിരി പേര് ഇനിയും യേശുവിനെ അറിയുവാനുണ്ട്. ഹല്ലേലൂയ. അത് സ്വരം എല്ലാവരും യേശുവിനെ അറിയുമ്പോൾ യേശു കർത്താവ് വരും. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നാളുകളിൽ അതേ നാം സ്വതന്ത്രം ഒരു വിശ്വാസിയായിട്ട് ഒതുങ്ങിക്കൊടുവാനല്ല, അതരകമന വൈഡമന. ചിലപ്പോൾ ഇന്നത്തെ ദൂതില് അതേ വലിയ ഇന്നത്തെ മെസ്സേജില് വലിയ ദൂതൊന്നും കാണത്തില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ ഉത്തരവാദിത്തമാണ് അതേ ഈ സുവിശേഷം ലോകത്തെ അറിയിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നാം ഈ കൃപായുഗത്തിലാണ് നാം ആയിരിക്കുന്നത്. അതേ പ്രിയ ദൈവം നമുക്ക് എഴുന്നേൽക്കാം, ദൈവത്തിനോട് പ്രകാശിക്കാം. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നാം ചിന്തിച്ചത് 8 വിധമായ സ്വതന്ത്ര യുഗങ്ങളെ കുറിച്ചാണ്. ഹല്ലേലൂയ. അതിനെ ആ ഭാഗത്തെ കുറിച്ച് ഒന്ന് ഓട്ടിച്ച് അത് പോയി എന്റെ കർത്തവ്യം ഉപസ്മരിക്കാൻ ആഗ്രഹിക്കുക. ഒന്ന് നാം ചിന്തിച്ചു, ഒന്ന് നിഷ്പാപയുഗം. നിഷ്പാപയുഗം എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടി മുതൽ മനുഷ്യന്റെ വീഴ്ച വരെയുള്ള കാലഘട്ടം എന്ന് വെച്ചാൽ ഉൽപ്പത്തി 1:1 മുതൽ ഉൽപ്പത്തി 3:6 വരെ. 2 മനസ്സാക്ഷിയുഗം. ഏതിനെന്ന് ആദാം പുറത്താക്കപ്പെട്ട നാൾ മുതൽ അത് നോഹയുടെ ജലപ്രളയം വരെയുള്ള 1656 വർഷമാണ് അതേ മനസ്സാക്ഷിയുഗം. 3 മാനുഷിക ഭരണ നിയമം എന്ന് വെച്ചാൽ ജലപ്രളയം മുതൽ ബാബേൽ ഗോപുരത്തുനിന്നും ജനം പിരിഞ്ഞുപോയ വരെയുള്ള 427 വർഷങ്ങളാണ് മാനുഷിക ഭരണ നിയമങ്ങൾ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഉൽപ്പത്തി 8:15 മുതൽ ഉൽപ്പത്തി 11 അധ്യായം വരെ. 4 വാഗ്ദത്ത യുഗം. അതെ നമുക്കറിയാം, അബ്രഹാമിന്റെ വിളി മുതൽ അത് മെസ്സപ്പൊത്തോമയില അതേ വിഗ്രഹങ്ങളെ സേവിച്ചു കൊണ്ടിരുന്ന അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ച അതേ നാൾ മുതൽ. ഹല്ലേലൂയ. അതേ സുര നമുക്കറിയാം, അതേ സുര ഇസ്രായേൽ ജനം മിസ്രൈമിൽ പുറപ്പെട്ട കാലം വരെയുള്ള 430 വർഷമാണ് അതേ സുര വാഗ്ദത്ത യുഗം. ഹല്ലേലൂയ. 5 ന്യായപ്രമാണ യുഗം എന്ന് വെച്ചാൽ ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാട് മുതൽ മിസ്രൈമിൽ പുറപ്പാട് മുതൽ ക്രിസ്തുവിന്റെ ജഡ
അവതാരം വരെയുള്ള കാലഘട്ടമാണ്, ആ യുഗമാണ് അത് ന്യായപ്രമാണ യുഗം. എന്ന് വെച്ചാൽ മോശ മുതൽ ക്രിസ്തു വരെ 6 കൃപായുഗം. ക്രിസ്തുവിന്റെ കാൽവറി മരണം മുതൽ അതേ സഭയുടെ ഉൾപ്രാപണം വരെയുള്ള കാലഘട്ടമാണ് കൃപായുഗം. അടുത്ത സഹസ്രാബ്ദ യുഗം. സഹസ്രാബ്ദ യുഗം എന്ന് പറയുന്നത് കർത്താവിന്റെ മഹത്വത്തോടെ സകല വിശുദ്ധന്മാരുമായി ഈ ഭൂമിയിലേക്ക് മടങ്ങി വരികയും യെരുശലേമിനെ തന്റെ തലസ്ഥാന നഗരിയാക്കിക്കൊണ്ട് അതേ സുദ്രം അതേ സർവഭൂമിക്ക് രാജാവായി ആശ്ചര്യമായ വാഴുന്ന കാലം മുതൽ പുതുവാനഭൂമിയുടെ സ്ഥാപനം വരെയുള്ള കാലഘട്ടമാണ് സഹസ്രാബ്ദ യുഗം. ഹല്ലേലൂയ. 8ാമത്തെ യുഗം എന്ന് പറയുന്നത് അതേ സമ്പൂർണ്ണ യുഗം. എന്ന് വെച്ചാൽ അതേ വാനഗോളങ്ങൾ ഭൂമിയും അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടുകയും പുതുവാനഭൂമി സ്ഥാപിതമാകുകയും ചെയ്യുന്ന കാലം മുതൽ കാലസമ്പൂർണ്ണതയുടെ യുഗം അതേ സമാരംഭിക്കുന്നു. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമേ, ഞാനും നിങ്ങളുമായിരിക്കുന്നത് കൃപായുഗത്തിലാണ്. ഇനി നാം ഒതുങ്ങിയിരിക്കേണ്ട സമയമല്ല. ഒരു വിശ്വാസിയായിട്ടോ ഒരു പാസ്റ്ററിന്റെ വൈഫായിട്ടോ അല്ലെങ്കിൽ ഒരു ദൈവദാസനായിട്ടോ നാം ഒതുങ്ങിയിരിക്കുവാനല്ല, പിന്നെയോ എഴുന്നേൽക്കാം. ഈ എഴുന്നേറ്റ് നമുക്ക് പ്രകാശിക്കാം. യെസ്, അനേകരോട് ഈ സുവിശേഷം അറിയിക്കാം. അതെ, ഈ കൃപായുഗത്തിൽ എന്നെയും നിന്നെയും ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. അതെ, എന്നെയും നിന്നെയും ഹല്ലേലൂയ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന് ആവശ്യമുണ്ടെന്നേ. ഹല്ലേലൂയ. അതെ, നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമേ, ഈ കാലഘട്ടത്തിൽ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. ദൈവമേ പ്ലീസ്, ഹല്ലേലൂയ, എന്നെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്നെയും നമ്മെ ഓരോരുത്തരെയും അത് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുവാൻ ദൈവശക്തനത്രേ. അതേ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? സ്നേഹവാനായ സ്വർഗീയ നല്ല പിതാവേ, അപ്പ ഇത്രത്തോളം അങ്ങയുടെ ശനിവചനമായി നിൽക്കുവാൻ അടിയനെ ഒരിക്കലായി സ്തോത്രം ചെയ്യുകയാണപ്പ. ദൈവമേ ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളേവരെ ഈ കൃപായുഗത്തിലെ കർത്താവെ ശക്തരായ കർത്താവെ അഭിഷിക്തന്മാരായി ഞങ്ങളെ എഴുന്നേൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണപ്പ. ദൈവമേ, അങ്ങ് തന്നെ കൂടെ ഇരുന്ന് മാനിച്ച് കൃപയ്ക്കായി സ്തോത്രം. എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റിയനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ അതേ ഈ ഓൺലൈൻ കൺവെൻഷന്റെ അതേ ഈ മീറ്റിങ്ങിന് ഈ കൺവെൻഷനിൽ എന്നെയും ക്ഷണിച്ച പ്രിയ സിസ്റ്റർ റോസ്ലിൻ, അതേ സുഹൃത്ത് സുരേഷ് അവർകൾ, ഈറോഡ്, ഈ മറ്റ് അഡ്മിന്മാർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെ അറിയിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യം ഉപസ്മരിക്കുന്നു. ദൈവം ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ആമേൻ.